പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഡ്യൂറൻ കപ്പിൽ 1-1 സമനിലയാണ് വഴങ്ങിയത്. കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മത്സരം തീരാൻ അവസാന നിമിഷം ബ്ലാസ്റ്റേഴ്സിന് പോസ്റ്റിൻ്റെ തൊട്ട് വെളിയിൽ നിന്ന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആ ഫ്രീ കിക്ക് എടുക്കാനെത്തുന്നത്. എല്ലാ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി ബ്ലാസ്റ്റേഴ്സിന് ഈ വട്ടം ഒരു ഫ്രീ കിക്ക് പരിശീലകൻ, സെറ്റ് പീസിന് വേണ്ടി ഒരു പരിശീലകനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം വന്നത് വെറുതെ അല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലായിരുന്നു ഇന്ന് ലൂണ എടുത്ത ഫ്രീ കിക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലൂണ ധാരാളം ഫ്രീ കിക്ക് ഗോളുകൾ നേടിയിട്ടുണ്ട്. 2021-22 സീസണിലാണ് താരം കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയത്. എന്നാൽ അന്നത്തെ ലൂണയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഫ്രീ കിക്കാണ് ഇന്ന് അദ്ദേഹം എടുത്തത്. എന്തായാലും അദ്ദേഹം ഇന്ന് നല്ലതുപോലെ ആ ഫ്രീ കിക്ക് എടുത്തു. എന്നാൽ ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ തട്ടി ആ പന്ത് പുറത്തേക്ക് പോവുകയായിരുന്നു. ഗോൾ കീപ്പറിൻ്റെ കയ്യിലും അതുപോലെ തന്നെ ക്രോസ് ബാറിലും തട്ടിയാണ് ആ പന്ത് വെളിയിലേക്ക് പോയത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയാൻ ലൂണ അടുത്ത ഫ്രീ കിക്ക് ഗോളിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസ് പരിശീലകനെ കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹം വെറുതെയല്ല വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മികവ് തന്നെയാണ് ലൂണ ഇന്നെടുത്ത ആ ഫ്രീ കിക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചതും. കൂടാതെ ബ്ലാസ്റ്റേഴ്സ് ധാരാളം ഫ്രീ കിക്കുകൾ ലഭിക്കുമ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിന് നല്ലതുപോലെ തന്നെ വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നുമുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ച തന്നെയായിരുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ സെറ്റ് പീസിൽ നിന്നും ഗോൾ കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് ധാരാളം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ബ്ലാസ്റ്റേഴ്സിന് നല്ലതുപോലെ തന്നെ ഇപ്പോൾ സെറ്റ് പീസൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുമുണ്ട്. എന്തായാലും ലൂണ ഫ്രീ കിക്ക് ഗോളിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. എന്തായാലും അടുത്ത മത്സരങ്ങളിൽ ലൂണയിൽ നിന്നും ഒരു ഫ്രീ കിക്ക് ഗോൾ ആരാധകർ പ്രതീക്ഷിക്കുകയാണ്.